ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവർ തിരിച്ചു വരുമ്പോൾ അച്ഛൻ അവരെ വഴക്കു പറയാനൊന്നും നിൽക്കരുതെന്ന് അവന്തിക പറയുമ്പോൾ സേതു പറയുകയാണ്, ഇല്ല മോളെ, അവർ തിരിച്ചു വരുമെന്ന് മോള് പറഞ്ഞ പ്രതീക്ഷയില്ല അച്ഛൻ നിൽക്കുന്നത്. എന്താണെങ്കിലും അവർ വരുമ്പോൾ അച്ഛൻ വഴക്കൊന്നും പറയാൻ പോകുന്നില്ല. അവരെന്താണെങ്കിലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. അപ്പോൾ നമുക്ക് എല്ലാവരെയും വിളിച്ച് അതങ്ങ് നടത്തി കൊടുക്കാമെന്ന് അവന്തിക പറയുമ്പോൾ അതിന് സമ്മതിക്കുകയാണ് സേതുമാധവൻ. മോള് പറഞ്ഞത് ശരിയാ, നമുക്ക് കാത്തിരിക്കാം, അവർ വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞ് സേതുമാധവൻ മുറിയിലേക്ക് പോകുമ്പോൾ ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തിക. പിന്നെ മോളെ, അവന് എന്നെ വിളിക്കാൻ മടിയുണ്ടാകും. മോള് അനഘയെങ്ങാനും വിളിക്കുകയാണെങ്കിൽ പറഞ്ഞേക്കണം, എനിക്ക് അവരോട് ഒരു ദേഷ്യവുമില്ലെന്നും അവർ വന്നയുടൻ തന്നെ അവരുടെ വിവാഹം നടത്താൻ എനിക്ക് സമ്മതമാണെന്നും. ഇത് കേൾക്കുന്ന അവന്തിക ശരിയെന്ന് പറയുകയാണ്. തുടർന്ന് സേതുമാധവൻ പോകുമ്പോൾ തൻ്റെ പ്ലാൻ ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് അവന്തിക. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ്. അനഘ അന്ന് രാത്രി തന്നോടും സന്ദീപിനോടും പറഞ്ഞ കാര്യങ്ങളെല്ലാം ടെൻഷനോടെ നടക്കുകയാണ് സച്ചി. അതേസമയം അങ്ങോട്ടേക്ക് സേതുമാധവൻ വരികയാണ്. അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ സേതു പറയുകയാണ്, എങ്ങനെ ഉറങ്ങാനാ, ആദ്യം നന്ദൻ, അത് കഴിഞ്ഞപ്പോൾ നീ, ഇപ്പോഴിതാ സന്ദീപും. എനിക്ക് ഒരു കാര്യം ഓർത്തും ഒരു സമാധാനവുമില്ല. അച്ഛാ, സന്ദീപ് എന്താണെങ്കിലും തിരിച്ചു വന്നോളുമെന്ന് സച്ചി പറയുമ്പോൾ സേതു പറയുകയാണ്, അവനെ ഒറ്റയ്ക്കല്ല പോയിരിക്കുന്നത്, ഒരു പെൺകുട്ടിയെ കൊണ്ടാണ്. ഇത് കേൾക്കുന്ന സച്ചി ചോദിക്കുകയാണ്, അച്ഛന് തോന്നുന്നുണ്ടോ അവൻ അനഘയായിട്ടാ പോയതെന്ന്? ഉണ്ട്, ഞാൻ വിശ്വസിക്കുന്നുണ്ട് അവൻ അനഘയുമായിട്ട് ഒളിച്ചോടിയതാണെന്ന്. എന്നെക്കാളേറെ വിശ്വാസം അവന്തികയ്ക്കുമുണ്ട്. അല്ലെങ്കിൽ അനഘയെ കാണുന്നില്ല എന്ന് ഒരു വാർത്ത അറിയുമ്പോൾ ഇങ്ങനെ ആവില്ലല്ലോ അവന്തിക പ്രതികരിക്കേണ്ടത്. അച്ഛൻ എന്നാൽ ഏട്ടത്തിയോട് ഇതിനെപ്പറ്റി കൂടുതലായി ചോദിച്ചുകൂടായിരുന്നോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ സേതു പറയുകയാണ്, എന്തിന്, അതിൻ്റെയൊന്നും ഒരു കാര്യവുമില്ല. എന്നാൽ അച്ഛാ, എനിക്കുറപ്പാണ് സന്ദീപ് അനഘയുമായിട്ടല്ല പോയിരിക്കുന്നത്. പക്ഷേ എനിക്കുറപ്പാണ്, അവന്തിക പറയുന്നത് നീയും കേട്ടതല്ലേ, അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് പോയതെന്ന്. ഇല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്, അവർ രണ്ടുപേരെയും നീ എൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്ത്. അന്നേരം ഞാൻ നിന്റെ ഉറപ്പ് അവന്തികയുടെ ഉറപ്പിൻ്റെ മുകളിലായി കാണാം. എൻ്റെ മക്കളെ ഞാൻ നല്ല രീതിയിൽ വളർത്താത്തതിൻ്റെ പരിണിത ഫലങ്ങളാ ഇതെല്ലാം. അത്രയും പറഞ്ഞുകൊണ്ട് സേതു അകത്തേക്ക് പോകുമ്പോൾ അർച്ചന അവന്തികയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം സച്ചി ഓർക്കുകയാണ്. സന്ദീപും അനഘയും കൂടി ഒളിച്ചോടി പോയതാണെന്ന് അച്ഛനെ വിശ്വസിപ്പിക്കാൻ ഏട്ടത്തിക്കാവുകയാണെങ്കിലേ അവർ തിരിച്ചു വരുമ്പോൾ സന്ദീപിൻ്റെയും അനഘയുടെയും കല്യാണമായിരിക്കുമെന്ന് അർച്ചന പറഞ്ഞ കാര്യങ്ങളെല്ലാം സച്ചിക്ക് ഓർമ്മ വരുന്നു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. സന്ദീപിൻ്റെ കാര്യമോർത്ത് വിഷമത്തോടെ നിൽക്കുകയാണ് ആതിര. സന്ദീപ് ഇല്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട, മരണം തന്നെയാ എനിക്ക് നല്ലത്. അത്രയും പറഞ്ഞുകൊണ്ട് ആതിര അകത്തേക്ക് കയറാനൊരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് അനൂപ് വരികയാണ്. നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് അനൂപ് ചോദിക്കുമ്പോൾ അത് പിന്നെ കുറച്ചു നേരം ഒറ്റയ്ക്ക് നിൽക്കാൻ വന്നതാണെന്ന് ആതിര പറയുന്നു. ഞാനും ഇവിടെ വന്ന് നിൽക്കാറുണ്ട് അധികം വിഷമമൊക്കെ തോന്നുമ്പോൾ. പിന്നെ സന്ദീപിനെ നീ ഇന്നത്തോടെ മറക്കണം എന്നൊന്നും ഏട്ടൻ പറയില്ല. പക്ഷേ ഇനി നീ അവനെ ആഗ്രഹിക്കാൻ പാടില്ല. അവനിപ്പോൾ മറ്റൊരു പെണ്ണിൻ്റെ ഭാര്യയാണ്. ഇതിനും വേണ്ടി അനുഭവിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തതേട്ടാ എന്ന് കരഞ്ഞുകൊണ്ട് ആതിര ചോദിക്കുമ്പോൾ അനൂപ് പറയുകയാണ്, മോളെ, ചില മനുഷ്യരുടെ അവസ്ഥ അങ്ങനെയാണ്. ഈ പ്രതിസന്ധി നിനക്ക് മറികടക്കാൻ സാധിക്കുമെങ്കിൽ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നീ അതിനെ തരണം ചെയ്യും. ഇതൊക്കെ കേൾക്കുന്ന ആതിര കരഞ്ഞുകൊണ്ട് അനൂപിനെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സേതുമാധവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സച്ചി അർച്ചനയോട് പറയുന്നു. അവന്തികേട്ടത്തി അച്ഛനെ സ്വാധീനിച്ചു എന്നല്ലേ സച്ചിയേട്ട പറയേണ്ടത്? അങ്ങനെയാണെങ്കിലേ വാശി കാണിക്കാൻ എനിക്കും അവകാശമുണ്ട്. സന്ദീപ് എൻ്റെ അനിയത്തിയുടെ ഭർത്താവാണ്. അങ്ങനെ അവന്തികയുടെ പേര് ചൊല്ലി സച്ചിയും അർച്ചനയും തമ്മിൽ തർക്കത്തിലാവുകയാണ്. താനൊരു കാര്യം ചെയ്, ആതിര ഒന്ന് വിളിക്ക്. ആതിര ഇതുവരെ വിളിച്ചില്ലല്ലോ. ഇല്ല സച്ചിയേട്ടാ, എനിക്കെന്ത് പറയണമെന്നറിയില്ല, അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. താൻ എന്താണെങ്കിലും വിളിക്കാൻ പറഞ്ഞ് സച്ചി നിർബന്ധിച്ച് ഫോൺ കൊടുക്കുമ്പോൾ അർച്ചന ആതിരയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. തുടർന്ന് കമലയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അർച്ചന. ആതിരയുടെ കാര്യങ്ങൾ തിരക്കുമ്പോൾ ആതിര മുറിയിൽ നിന്നും ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലെന്നും ഒറ്റയ്ക്ക് മുറിയടച്ചിരിപ്പാണെന്നും കമല പറയുന്നു. അമ്മ ഇന്ന് അവളുടെ കൂടെ കിടന്നാൽ മതി, വേണമെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് അർച്ചന പറയുമ്പോൾ കമല പറയുകയാണ്, ഇന്നിനി വേണ്ട മോളെ, മോള് വേണമെങ്കിൽ നാളെ വല്ലതും വന്നാൽ മതി. എന്നാലും ആതിര ഒന്ന് നോക്കണമെന്ന് പറഞ്ഞ് അർച്ചന കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് അർച്ചന സച്ചിയോട് പറയുകയാണ്, എന്താണെങ്കിലും എനിക്ക് നാളെ തന്നെ ആതിര ഒന്ന് പോയി കാണണം. എന്നിട്ട് അവളുടെ ഭർത്താവിനെ തിരിച്ചു കൊടുക്കുമെന്ന് അവൾക്ക് ഒരു ഉറപ്പ് നൽകണം. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്.
ആതിരയുടെ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് കമലയും മാഷും. അതേസമയം ആതിര അവരുടെ അടുത്തേക്ക് വരികയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.